അപ്പൊ കഴിച്ച് ഞാൻ ഇടങ്ങേറായി വിറകൊക്കെ കൊടുന്നു കേട്ടോ. എന്താ പറഞ്ഞ പോലെ കൊണ്ടുതന്നത് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പൊ ഞാനൊരു ചട്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കനാണ് ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. പിന്നെ നമുക്ക് ചോറും അതിക്കുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ വെള്ളമൊന്നും വയ്ക്കാനൊന്നും ഞാൻ നിൽക്കണില്ല, കാരണം എനിക്ക് കുറച്ചധികം പണികളുണ്ട്. സവാള ഇട്ടോട്ട് കൊടുക്കുന്നത് അല്ല, നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമ്മള് തൊലിച്ചെടുത്ത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഡൗട്ട് ഉണ്ട് എന്തത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ലാസ്റ്റാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ കാണാം. അപ്പൊ ഇതേപോലെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി തക്കാളി കട്ട് ചെയ്ത് കൊടുക്കണോ? ഒരു നല്ല പഴുത്ത ഒരു 5 തക്കാളി എടുത്തോ. വലിയ തക്കാളി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 6 എടുത്തോ. ഇനി ഞാൻ അതിലേക്കെല്ലാം ഉപ്പ് ഇട്ടെടുക്കാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൽ ഇട്ടെടുത്തു. അപ്പൊ ഇത് നന്നായി വഴണ്ട് വന്നിട്ട് നമ്മള് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. വാട്ടിക്കൂട് പൈസ ഒരു വീഡിയോ എടുക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വരുന്നത് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ ഉണ്ടായിട്ട് ഞാൻ കത്തിക്കാനുണ്ടോ? ചോറുകൂട്ടാൻ വെച്ചുണ്ടാക്കണം. നല്ല മാതിരിയായിട്ട് തീയന്നല്ല ഇതത് കണ്ട് നീക്കി ഇവിടെ എത്തിച്ചിക്കണ കൊള്ളി. അതല്ലേ അല്ല പാട്ടോ എനിക്ക് അപ്പൊ ഞാനിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലിട്ട പൊടികള് കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി, ഇത്രയും പൊടികളാണ്. ഇപ്പൊ ഇതിൽ മഞ്ഞൾപ്പൊടി. എന്ത് ടേസ്റ്റായി വരാത്. അപ്പൊ നമ്മളെ ചെറിയ മലയാളത്തിന്റെ ഭാഗമായിട്ട് അടുപ്പ് പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് തൈര് ഒഴിക്കട്ടോ. അപ്പൊ ഗൈസ് ഞാനിനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറച്ചധികം തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മളെ കയ്യിന്റെ അളവുകൾ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അതാണ് നമ്മളെ ചിക്കൻ കറിന്റെ വെറൈറ്റി ടേസ്റ്റ്. ഇനി ഇത് അടുപ്പ് നിറക്കാൻ പോവാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ചൂടാറാതെ ചതക്കട്ടെ. അപ്പൊ നമ്മളിത് ചൂടാറട്ടോ. അപ്പൊ ഇതിവിടെ വെച്ചു. അപ്പൊ ഞാനിനി നെയ്ച്ചോറിന്റെ പണി തുടങ്ങട്ടോ. ഈ ഓയിലും നെയ്യും പെട്ടെന്ന് കൊണ്ട് ഓടിക്കോളി. ഓയിലും നെയ്യും കൊടുന്നേരാനൊരാള്. ചൂടുള്ളതിലേക്ക് ഞാൻ ഒരു 2 നാരങ്ങന്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ചതച്ചെടുക്കുക. അപ്പൊ നമ്മള് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സവാള ഓയിലാണ് ഇപ്പൊ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മതി മതി മതി. നെയ്യ് ഫുള്ളിടില്ലേ? ബാക്കി നമുക്ക് ചോറിന്റെ മുകളിൽ കുറച്ച് തൂവാൻ വേണം. ഞാൻ അത് സ്പൈസസ് തുറന്ന് ഉള്ളി കൊടുന്നോളി. ഉള്ളി കട്ട് ചെയ്ത ചെറിയതായിട്ട് ഒരു ഉള്ളി ഇല്ല, അതൊക്കെ ഇത് ചൂടാവുമ്പത്തിന് പോരെ. ഉള്ളി അരിഞ്ഞ ആൾക്കാരൊന്നൊരു കോണല്ല കേട്ടോ. കാരണം ഉള്ളിയൊക്കെ ഭയങ്കര ഇതാണ്, കത്തിയാണ്. അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമ്മളെ റൈസിൻസും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ ഒരേ സമയത്ത് തന്നെ മൂത്ത് വന്നോളൂ കേട്ടോ. നമ്മളിങ്ങനെ കാണാറില്ല. അപ്പൊ നമ്മൾ അരി കഴുകി എടുത്തിട്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം പറയാൻ തുടങ്ങിയത് വെള്ളം കണ്ടിട്ടില്ല. ഇത് മതി വെള്ളം. ഇത്
അപ്പൊ നമ്മള് ഉപ്പിട്ട് കൊടുക്കാൻ പോവാട്ടോ. എല്ലാം കൈയളവാണ്. അതൊക്കെ എന്താവും ഒന്നും അറിയില്ല. നന്നായി ഇളക്കി കൊടുത്താലാണ് നമ്മളെ നെയ്ച്ചോറ് എല്ലാ ഭാഗത്തേക്കും അരി ഒക്കെ കട്ട പിടിക്കാതൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടി നന്നായി ഇളക്കി കൊടുത്ത് ഇനി അടച്ചേക്കാൻ പോവാ. മതി 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 മതി. അപ്പൊ തന്നെ ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളല്ലേ? പറ്റില്ലേ? അപ്പൊ റെഡി ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടോ. നമ്മൾ കഴിക്കണ പരിപാടികളൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് കസൂരിമേത്തി മല്ലിച്ചപ്പ് മാത്രമേ ഇടാനുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങള് നെയ്ച്ചോറൊക്കെ ആയിട്ട് വിളമ്പാണ് കേട്ടോ. കറിയൊക്കെ എടുത്തോ. അടിപൊളി നെയ്ച്ചോറാണ്. മുബിയേ ഓള് എഡിറ്റ് ചെയ്യുമ്പോ അതിന്റെ അടിയിൽ കൂടെ വേറെ എടുക്കുമ്പോ ഗതികേടല്ലേ? അത് മനസ്സിലാക്കണം. അങ്ങനെ ആയിട്ടല്ല, അങ്ങനെ ആയിട്ട് എങ്ങനെ വാ മുബിയേ പോവാണ്. നമ്മുടെ നെയ്ച്ചോറ്, ചിക്കൻ കറി, പപ്പടം, തൈര്, ഇതാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. ഇനി പറഞ്ഞോ ബാക്കി. ടേസ്റ്റ് ഉണ്ടോ? ഇവരെ അടിപൊളിയായിരുന്നു. ഇത് ഉണ്ടാക്കിയത് നമ്മ മുമ്പിയാട്ടോ. നല്ല ടേസ്റ്റ്. ഇതേപോലെ സൂപ്പറായിട്ടുണ്ട്. ആ